നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ റെയിൽപാതയ്ക്ക് പുതുജീവനാകുന്നത് എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെ ഇടുക്കിയിൽ ആദ്യമായി ട്രെയിനിന്റെ ചൂളംവിളി ഉയരുമെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ജനവഞ്ചന യാത്ര എന്ന പേരാണ് ചേരുകയെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടെ കർഷകരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും ദുരിതത്തിലാഴ്ത്തുകയാണ് LDF സർക്കാർ ചെയ്തത്. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്നത് ഇടുക്കിയിലെ LDF നേതാക്കളുടെ വ്യാമോഹം മാത്രമാണെന്നും ഡീൻ കുര്യാക്കോസ്. ജോസ് കെ മാണിയുടെ ക്ഷണം തമാശയായി കണ്ടാൽ മതിയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്. കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ തറവാട് PJ ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തേക്കാൾ കൂടുതൽ നേട്ടം ജോസഫ് വിഭാഗമുണ്ടാക്കി. 10 സീറ്റുകൾ കേരള കോൺഗ്രസിനുണ്ട്. അതിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അബു ജോൺ ജോസഫ്. BJPയിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം MLA S രാജേന്ദ്രനും CPI നേതാവുമായ GN ഗുരുനാഥനും BJPയിൽ ചേരുന്ന മറ്റു പ്രവർത്തകർക്കും ഞായറാഴ്ച മൂന്നാറിൽ BJP സ്വീകരണമൊരുക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. S രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിൽ CPMന് യാതൊരുവിധ ആശങ്കകളുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വിശദമായ വാർത്തകൾ. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ. എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് പുതുജീവനാകുന്നത്. ഇടുക്കിയിൽ ആദ്യമായി ട്രെയിനിന്റെ ചൂളംവിളി ഉയരുമെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. മധ്യ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി. 14 സ്റ്റേഷനുകളുമായി 111 കിലോമീറ്റർ ദൂരം 1998 വിഭാവനം ചെയ്തെങ്കിലും ഇന്നും ശബരി പാത ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പലതവണ മാറി വന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരികയെന്ന് നാട്ടുകാർ പറയുന്നു. എത്ര 30 കൊല്ലമായി ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും അത് വന്നു പോയാൽ കുറെ പേർ എന്നേക്കാളും കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ മേലാതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്ന് കൊടുക്കാനോ ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും. അങ്ങനെ കാലങ്ങൾ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറയാവുന്നവരിലൊക്കെ പറഞ്ഞു അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ബാലകൃഷ്ണൻ നായരൊക്കെ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ആ പുള്ളി. എവിടെ അതാരും കേൾക്കുമില്ല. അതിനിടയ്ക്ക് വാക്കത്തി കോടായിട്ട് ഓരോരുത്തരാണ് വേണ്ട എന്ന് പറഞ്ഞു. പലയിടങ്ങളിലും സതേൺ റെയിൽവേ ഇതിനോടകം സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28 നാട്ടുകാർ പറയുന്നു. നമ്മുടെ 97 മുതൽ റെയിൽവേയുടെ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് സർവേ നടന്നു. 20 വർഷക്കാലത്തിലേറെയായി ആളുകൾക്ക് ഇങ്ങനെ ആശങ്കയിലായിരിക്കുമായിരുന്നു. കർഷകരും സാധാരണ വീട് വെച്ച ആളുകളുമെല്ലാം വലിയൊരു അങ്കലാപ്പിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന ഗവൺമെൻറ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കുന്ന സമീപനത്തിലേക്ക് നീങ്ങി ജനങ്ങളുടെ ഈ ആശങ്കയും അതുപോലെ കർഷകരുടെ ചിന്തക്കുഴപ്പയും എല്ലാം മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഒരു പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും വാഴക്കുളവും കടന്ന ഇടുക്കിയിലെ തൊടുപുഴ കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽപാത നിർമ്മാണത്തിന് സാമൂഹ്യ ആഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ജനവഞ്ചന യാത്ര എന്ന പേരാണ് ചേരുകയെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടെ കർഷകരെയും കർഷക തൊഴിലാളികളെയും സാധാരണക്കാരെയും ദുരിതത്തിലാഴ്ത്തുകയാണ് LDF സർക്കാർ ചെയ്തത്. ഭൂവിഷയത്തിലും പട്ടയ പ്രശ്നത്തിലും മലയോര ജനത ബുദ്ധിമുട്ടുകയാണ്. ഇടുക്കിയിൽ ദേശീയപാത നിർമ്മാണം മുടങ്ങിക്കിടക്കാൻ കാരണം LDF സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മധ്യമേഖല യാത്രയാണ് ഇടുക്കി ജില്ലയിൽ അടുത്ത ദിവസം വരുന്നത്. ആ യാത്രയുടെ പേര് വികസന മുന്നേറ്റ യാത്ര എന്നാണ്.
എന്നാൽ അവർക്ക് ചേരുന്നത് ജനവഞ്ചന യാത്ര എന്ന പേരാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു നശിപ്പിച്ച് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളെ, കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ ദുരിതത്തിലാഴ്ത്തിയ ഈ ഗവൺമെന്റിനുള്ള കുറ്റപത്രം റെഡിയാണ്. ആ കുറ്റപത്രം ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചിട്ടുള്ളത്. അപ്പോ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെയാണ്. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുമെന്ന് മന്ത്രി വീരവാദം മുഴക്കി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ. ഉത്തരവും പുറപ്പെടുവിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ പറയപ്പെടുന്ന പോലെ കഴിഞ്ഞ ജനുവരി മാസം പുറത്തിറങ്ങിയ ഉത്തരവനുസരിച്ച് CHRന് പുറത്തുള്ള മേഖലയിൽ പട്ടയ നടപടികളാകാമെന്ന് പറയുന്നു. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവനുസരിച്ച്, 4-ാം തീയതി വന്ന ഉത്തരവനുസരിച്ച് വാണിജ്യ ആവശ്യത്തിന് പട്ടയം പറ്റത്തുമില്ല. പിന്നെ എങ്ങനെയാണ് ഷോപ്പ് സൈറ്റിന് പട്ടയം കൊടുക്കുക? ഇപ്പൊ ഏലകൃഷിക്കും പറ്റത്തില്ല, ഷോപ്പ് സൈറ്റിന് പറ്റത്തില്ല, വാണിജ്യ ആവശ്യത്തിന് പറ്റുകയില്ല, ഇതിനൊന്നിനും പറ്റത്തില്ല. ഈ തരത്തിൽ എല്ലാവരെയും കളിയാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പട്ടയ നടപടിയുമായി ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയപാത വികസനം മുടങ്ങിക്കിടക്കും. ജൂലൈ മാസത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് ക്ഷണിച്ചു വരുത്തി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദേശീയപാത വികസനം അടിമാലി മേഖലയിൽ നടക്കത്തില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇടുക്കി പാക്കേജ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം 10-18,000 കോടി രൂപ പറഞ്ഞ് മോഹിപ്പിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു മുഖ്യമന്ത്രി കട്ടപ്പനയിൽ വന്ന് അവസാനത്തെ 12,000 കോടി രൂപ വരെ പ്രഖ്യാപിച്ചു പോയത്. അതുവരെ 6,000 കോടി ഉണ്ടായിരുന്നു. അങ്ങനെ 18,000 കോടി രൂപയുടെ പ്രഖ്യാപനം. എത്ര പൈസ ചെലവഴിച്ചു? എത്ര പൈസ ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ട്? 5 കോടി രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ റോഷി അഗസ്റ്റിൻ പബ്ലിസിറ്റി ചെയ്യുക 80 കോടി രൂപ ഈ വർഷം അനുവദിച്ചു. ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ ഒരുപാട് കേട്ട് മടുത്ത ഇടുക്കി ജനത സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ തന്നെ തല മരവിച്ചു പോകുന്ന സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ്. അതിന്റെ റിസൾട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. DCC സെക്രട്ടറി ബിജോ മാണിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്നത് ഇടുക്കിയിലെ LDF നേതാക്കളുടെ വ്യാമോഹം മാത്രമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. ബിജോ മാണിക്കെതിരായ നീക്കം കോൺഗ്രസിനെതിരായ വെല്ലുവിളിയായിട്ടാണ് പാർട്ടി നേതൃത്വം കാണുന്നത്. ബിജോ മാണി വളരെ ഉത്തരവാദിത്വത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബിജോ മാണി ഞങ്ങളുടെ DCC സെക്രട്ടറിയാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ് പൊതുസമക്ഷം ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനൊക്കെ ശ്രമിച്ചാലൊന്നും ഈ പ്രശ്നം പൊതുമധ്യത്തിൽ നിൽക്കില്ല. അങ്ങനെയൊന്നും പേടിച്ച് പിന്മാറുന്ന ആളുമല്ല ബിജോ മാണിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പോറൽ ഏൽപ്പിക്കാമെന്ന് ഇവർ വിചാരിച്ചാൽ അതൊന്നും നടപ്പാവില്ല. അത് കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. വ്യക്തിപരമായി ഞാനും പാർട്ടിയും മുന്നണിയും എല്ലാം ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കും. അവർക്ക് അങ്ങനെ എന്ന് പറയാറുണ്ട്. ഇപ്പോ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ആളുകളാണ് മാർക്സിസ്റ്റുകാർ എന്നുള്ളത് നമ്മൾ പലകൂടി കണ്ടതാണ്. ജോസ് കെ മാണിയുടെ ക്ഷണം തമാശയായി കണ്ടാൽ മതിയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്. കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ തറവാട് PJ ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തേക്കാൾ കൂടുതൽ നേട്ടം ജോസഫ് വിഭാഗമുണ്ടാക്കി. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. മുന്നണിയിൽ പ്രശ്നമുണ്ടെന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. 10 സീറ്റുകൾ കേരള കോൺഗ്രസിനുണ്ട്. അതിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തും. കൂടുതൽ സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. അല്ല, ജോസ് കെ മാണി ചുമ്മാ ഒരു തമാശ പറഞ്ഞില്ലേ. അതിനകത്ത് നമ്മൾ അതിനകത്ത് ഈ മുന്നണിയിൽ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ തറവാട് എന്ന് പറയുന്ന യഥാർത്ഥ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി 1964 ഒക്ടോബർ 9-ാം തീയതി രൂപം കൊണ്ട തിരുനക്കര മൈതാനത്ത് മന്നത്ത് പത്മനാഭൻ തിരിതെളിച്ച് രൂപം കൊണ്ട കേരള കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള സീറ്റ് വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 100ഓളം സീറ്റുകൾ കൂടുതൽ ജയിച്ചിട്ടുണ്ട്. 12 ജില്ലാ പഞ്ചായത്ത് നമ്മൾ ജയിച്ചപ്പോൾ അവർ 6 ജയിച്ചു. അത് എല്ലാ ത്രിതല പഞ്ചായത്ത് തലങ്ങളിലും, അത് ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, എല്ലായിടത്തും വ്യക്തമായ ആധിപത്യം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ അത് അതിനകത്ത് വലിയ പ്രസക്തി ഉണ്ട്. ആ ഇൻവിറ്റേഷനിടയിലും ചെറിയൊരു കുത്തുണ്ട്. തറവാട്ടിലേക്ക് മുമ്പ് സ്വാഗതം ചെയ്തപ്പോൾ അനുഭവിച്ചത് ഞങ്ങളാണ് എന്നുള്ളൊരു വാക്കുകൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് പേര് മാറ്റിയാൽ മതി. തറവാട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ, അന്നും കേരള കോൺഗ്രസ് നമ്മൾ തന്നെയായിരുന്നു. ആ തറവാട്ടിലേക്ക് ഇത് ലയിച്ചപ്പോൾ അതിൻ്റെ ആ ബ്രണ്ട് മുഴുവൻ, അതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ആഘാതം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വന്നത് ജോസഫ് വിഭാഗത്തിന് തന്നെയാണ്. ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്തകൾ കണ്ടു, അത് 2 സീറ്റ് പിടിച്ചെടുക്കും, 4 സീറ്റ് പിടിച്ചെടുക്കും, ആ സീറ്റ് പോകുന്നൊക്കെ, അങ്ങനെ ഒരു ചർച്ചകളെ ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകളിൽ ആകെ ഉണ്ടായി വരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് മത്സരിക്കുന്ന സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തണം. കാരണം
ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിലെയും വിജയം എന്ന് പറയുന്നത് മുന്നണി ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതിന് വളരെ നിർണായകമാണ്. അപ്പം കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ല ഒരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് അവിടെ മത്സരിപ്പിക്കാവുള്ളൂ എന്ന രീതിയിലുള്ള ചർച്ചയ്ക്ക് അപ്പുറം ഈ സീറ്റ് എടുക്കുന്ന രീതിയിലുള്ള യാതൊരു ചർച്ചകളും ഉപേക്ഷിച്ച ചർച്ചകളിൽ അല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ചർച്ചകളുമായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണോ? എല്ലാം കൂടെ തയ്യാറാണോ? അല്ല, അത് ഞാൻ പറയേണ്ട ഉത്തരമല്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന്. അങ്ങനെ ഒരു സീറ്റ് ഏറ്റെടുക്കും എന്നൊരു ചർച്ച അവിടെ വന്നാൽ മാത്രമല്ലേ വിട്ടുവീഴ്ചയുടെ ഒരു സാഹചര്യമുള്ളൂ. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഈ 10 സീറ്റുകളിൽ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല ഒരു 10 പ്രാവശ്യം വട്ടം ചിന്തിച്ചിട്ടേ നിർത്താവുള്ളൂ എന്നുള്ളൊരു എന്താ പറയുക, ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നു. കോൺഗ്രസ് അങ്ങനെ ഒരു വിന്നബിലിറ്റിയെ കുറിച്ച് വലിയൊരു ചലഞ്ചിങ് ആയിട്ടാണോ പറഞ്ഞിരിക്കുന്നത്? വിന്നബിലിറ്റി എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഒരു വലിയ ഫാക്ടർ ആയിരിക്കുമല്ലോ. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്, വളരെ ടഫായിരിക്കും. അപ്പം സ്ഥാനാർത്ഥികളുടെ വിന്നബിലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്തൊരു വലിയ ഫാക്ടർ തന്നെയാണ്. BJP-യിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം MLA S. രാജേന്ദ്രനും CPI നേതാവുമായ GN ഗുരുനാഥനും BJP-യിൽ ചേരുന്ന മറ്റു പ്രവർത്തകർക്കും ഞായറാഴ്ച മൂന്നാറിൽ BJP സ്വീകരണമൊരുക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി ദേവികുളം മണ്ഡലത്തിൽ തങ്ങളുടെ കരുത്തു കാട്ടാമെന്ന പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടായിരുന്നു ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് BJP-യിൽ അംഗത്വമെടുത്തത്. രാജേന്ദ്രനൊപ്പം CPI നേതാവ് G. ഗുരുനാഥനും BJP-യിൽ ചേർന്നിരുന്നു. ജില്ലയിലെ ആകെ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ തങ്ങൾക്ക് ക്രമാനുഗതമായ വളർച്ചയുണ്ടായെന്ന് BJP കരുതുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ദേവികുളം. മുൻ MLA S. രാജേന്ദ്രൻ BJP-ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് മണ്ഡലത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് BJP നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് S. രാജേന്ദ്രനും GN ഗുരുനാഥനും അടക്കം BJP-ക്കൊപ്പം ചേർന്നവർക്ക് ഞായറാഴ്ച മൂന്നാറിൽ സ്വീകരണമൊരുക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. BJP തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയടക്കം നിരവധി നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാർ ടൗണിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് പ്രകടനം നടക്കും. CPI-യിൽ നിന്നും CPM-ൽ നിന്നും മൂന്നാറിൽ നിന്നും നിരവധി ആളുകൾ BJP-യിൽ ചേരുമെന്നും BJP നേതൃത്വം വ്യക്തമാക്കി. 26-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ ജയിക്കാൻ വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റം എന്നുള്ള രീതിയിൽ ഞങ്ങളിതിനെ ആ രീതിയിലേക്കായിട്ടാണ് ഞങ്ങൾ ഈ ഒരു നാളത്ത് നടക്കുന്ന പരിപാടി ഞങ്ങൾ കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, വികസിത കേരളം എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉണ്ടാകും. അതിൻ്റെ ഒരു തുടക്കമാണ് സത്യത്തിൽ നമ്മുടെ ദേവികുളം മണ്ഡലത്തിൽ നാളെ നടക്കുന്ന പരിപാടി. രാജേന്ദ്രൻ CPM ബന്ധം ഉപേക്ഷിച്ച ശേഷം MM മണി അടക്കമുള്ള മുതിർന്ന CPM നേതാക്കൾ രാജേന്ദ്രനെ പ്രസ്താവനകളിലൂടെ കടന്നാക്രമിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള പൊതുവേദിയായി കൂടിയാണ് സ്വീകരണ സമ്മേളനത്തെ S. രാജേന്ദ്രനും BJP-യും നോക്കിക്കാണുന്നത്. സ്വീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് മൂന്നാറിൽ BJP നേതൃത്വം നടത്തിയിട്ടുള്ളത്. താഴെത്തട്ടിൽ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ച തോട്ടം മേഖലയിലും ആദിവാസിയിടങ്ങളിലും തങ്ങളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. S. രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിന് CPM-ന് യാതൊരുവിധ ആശങ്കകളുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. രാജേന്ദ്രൻ BJP-യിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന വിവരം പാർട്ടി നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വർഗബോധമുള്ള ഒരു തൊഴിലാളിയും രാജേന്ദ്രനൊപ്പം പോകില്ലെന്നും CB വർഗീസ് അടിമാലിയിൽ പറഞ്ഞു. CPM-നെ സംബന്ധിച്ച യാതൊരു വിധമായ ആശങ്കയും രാജേന്ദ്രൻ്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടില്ല. കാരണം രാജേന്ദ്രൻ BJP-യിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നത് തന്നെയാണ്. തൊഴിലാളി വർഗ വഞ്ചനയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരു വർഗവഞ്ചകൻ്റെ കൂടെ വർഗബോധമുള്ള ഒരു തൊഴിലാളികളെ പോകുന്നു. രാജേന്ദ്രനെ സംബന്ധിച്ച് ദേവികുളം താലൂക്കിലെ വിശിഷ്യ മൂന്നാർ മേഖലയിലെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. രാജേന്ദ്രൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ചു വന്നു ഇടുക്കി ജില്ലയിൽ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമാനങ്ങൾ അരങ്ങിട്ടുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 ടേമിൻ്റെ അതെല്ലാം നേടി കൊടുത്തത് ഈ പാർട്ടിയാണ് എന്നുള്ള നല്ല ബോധ്യം രാജേന്ദ്രൻ ഉണ്ടാവേണ്ടതാണ്.
കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി എന്ന ആരോപണം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPM നേതൃത്വം രംഗത്ത്. മുൻ ഭരണസമിതി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മുൻ ഭരണസമിതി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. പഞ്ചായത്ത് നടപ്പിലാക്കിയ എല്ലാ വികസന പദ്ധതികളിലും സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് CPM കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച കമ്പോസ്റ്റ് പിറ്റിന്റെ നിർമ്മാണത്തിനായി 3,33,333 രൂപ ചെലവഴിച്ചതായി രേഖകളിൽ കാണിക്കുന്നു. എന്നാൽ വെറും 25,000 രൂപയിൽ പൂർത്തിയാക്കാവുന്ന പദ്ധതിക്കാണ് ഇത്രയും വലിയ തുക ചിലവഴിച്ചതെന്നാണ് പൊതുപ്രവർത്തകരുടെ ആരോപണം. മാത്രമല്ല, നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും കമ്പോസ്റ്റ് പിറ്റ് ഉപയോഗത്തിലാക്കാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പദ്ധതികൾ ജനോപകാരത്തിനല്ല, അഴിമതിക്കായാണ് നടപ്പാക്കുന്നതെന്നാണ് CPM പ്രവർത്തകരുടെ ആരോപണം. ഏതാണ്ട് 25,000 രൂപ മാത്രം മുടക്കുള്ള ഒരു പദ്ധതി 3,33,333 രൂപയാണ് അതിന് ചെലവായി എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. 25 കട്ടയും 4 ഷീറ്റും 4 കമ്പിയും മേടിച്ച് വെച്ചാൽ തീരുന്ന പദ്ധതിയാണ്. വലിയ അഴിമതി നടത്തുന്നതിന് വേണ്ടി ഭരണസമിതി ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുള്ളത്. നിലവിൽ 50,000 രൂപ മുടക്കാവുന്ന പല പദ്ധതികളും 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയ്ക്കും നടപ്പാക്കിക്കൊണ്ട് അതിൻ്റെ പണം അടിച്ചു മാറ്റുന്ന സമീപനമാണ് ഇവിടുത്തെ ഭരണസമിതിയും ഇവിടുത്തെ ജീവനക്കാരും കൂടി ചെയ്യുന്നത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് നിർമ്മിച്ചതിന് ശേഷം അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല, അടച്ചിട്ടിരിക്കുന്ന സമീപനമാണുള്ളത്. അതിന് ചുറ്റും ഇപ്പോൾ നിലവിൽ പ്ലാസ്റ്റിക്കും മാലിന്യവും കൂടാരമായി കിടക്കുകയാണ് ചെയ്യുന്നത്. അടിയന്തരമായി ഇതിനകത്ത് മേലുള്ള ഒരു അന്വേഷണം നടത്തുകയും ഇങ്ങനെ തുടർന്നുള്ള മുഴുവൻ കേസുകളിലും അന്വേഷണം നടത്തി അഴിമതി ഉടച്ചു നീക്കണമെന്നാണ് CPMന് ആവശ്യപ്പെടുന്നത്. കമ്പോസ്റ്റ് പിറ്റിലേക്ക് പ്രവേശിക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. പ്രദേശം മുഴുവൻ കാടുപടലങ്ങൾ പടർന്നു കിടക്കുന്നു. മുൻ ഭരണസമിതി നടത്തിയ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളിലും വലിയ അഴിമതിയുണ്ടെന്നും പഞ്ചായത്തിലെ എല്ലാ പദ്ധതികളിലും ശക്തമായ അന്വേഷണം നടത്തി അഴിമതികൾ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2021-25 ബാച്ച് വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ഡേ നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ ഡോക്ടർ അരുൺ എസ് നായർ IAS ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ്. രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കോളേജിലെ 2021-25 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് നടന്നത്. കോളേജ് പ്രിൻസിപ്പൽ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗം എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ ഡോക്ടർ അരുൺ എസ് നായർ IAS ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ലഭിക്കുന്ന ഒരു അവസരവും കഴിയും വിധം ഒഴിവാക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത് കൊണ്ട് തന്നെ ഈ വേദിയിൽ നിൽക്കാൻ ഒരുപാട് സന്തോഷം. 2, എനിക്ക് തോന്നുന്നു ഇടുക്കി സബ് കളക്ടറായിട്ട് ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രോഗ്രാമുകളിൽ ഒന്ന് ഈ വേദിയിൽ തന്നെയായിരുന്നു. അന്നത്തെ കോളേജിലെ ഒരു വോളണ്ടിയർ ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമുകളിൽ ഒന്നാണ്. അപ്പോൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇതേ വേദിയിൽ തന്നെ, അന്ന് ഇത്രയും വർണ്ണശബളമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളില്ല, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരും ഇല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രാധാന്യത്തിലോ ഒന്നും ഒരു കുറവുമില്ലാത്ത, കെട്ടിലും മട്ടിലും ഒരു കുറവുമില്ലാത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. പിന്നെ 3ാമത് എനിക്ക് തോന്നുന്നു ഇതിൽ പല കുട്ടികളെയും ക്യാമ്പസിനകത്ത് വെച്ചും റോഡ് സൈഡിലും ഒക്കെ വെച്ച് കണ്ട് മറന്ന മുഖങ്ങളാണ്. അപ്പോൾ അവര് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലൊക്കെ ആയിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വളർന്നു വലുതായി അല്ലെ, അവരുടെ ഇവിടുത്തെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കി അവർ തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് P മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ഷെരീഫ് RM, ഡോക്ടർ സുനിൽ KS, പ്രൊഫസർ ജിനീഷ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട് കുട്ടിക്കാനത്തിന് സമീപം ഓട്ടോറിക്ഷ ടാങ്കർ ലോറിയിൽ ഇടിച്ച അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. കൊടികുത്തി സ്വദേശി സുനീഷിനാണ് പരിക്കേറ്റത്. കുട്ടിക്കാനത്ത് നിന്നും കൊടികുത്തിയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ തമിഴ്നാട്ടിലേക്ക് പാല് കൊണ്ടുവരാൻ പോയ ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കൊടികുത്തി സ്വദേശി പുത്തൻപറമ്പിൽ സുനീഷിന് ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പീരുമേട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം നേടി മാറ്റിക്കുടി മൂങ്ങാപ്പാറ അങ്കണവാടി. ശിശു സൗഹൃദ അന്തരീക്ഷത്തിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കുള്ള പ്രവർത്തനങ്ങൾ
കൗമാര ക്ലബ്ബുകൾ, വയോജന ക്ലബ്ബുകൾ എന്നിവയുടെ സംഘാടനം, ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾ തുടങ്ങി സാമൂഹ്യാധിഷ്ഠിത പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അംഗീകാരം ലഭിച്ചത്. വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും അങ്കണവാടി വർക്കർ KS ഗീത പുരസ്കാരം ഏറ്റുവാങ്ങി. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയും അങ്കണവാടിയിലുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ പോഷൻ അഭിയാൻ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നീ പദ്ധതികളും ഫലപ്രദമായി അങ്കണവാടിയിൽ ആവിഷ്കരിച്ചു വരുന്നു. സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള അംഗീകാരവും ഈ അങ്കണവാടിയിലെ വർക്കർ KS ഗീത മുമ്പ് നേടിയിട്ടുണ്ട്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മികച്ച അംഗീകാരം ലഭിച്ച അങ്കണവാടിയിലെത്തി അനുമോദന യോഗവും നടത്തി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മുങ്ങാപ്പാറ വാർഡ് മെമ്പർ ബോബസ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു അംഗനവാടിയായിട്ട് നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഗ്രാമത്തിലെ ഒരു അംഗനവാടി തിരഞ്ഞെടുക്കപ്പെടുക, അതിൻ്റെ അനുമോദന ചടങ്ങിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഏതൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്. അഭിമാനവും അതോടൊപ്പം തന്നെ ഈ നേട്ടം കൈവരിച്ച നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകമായ അനുമോദനവും നേരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ഡി ക്ലാർക്ക്, മാധ്യമപ്രവർത്തകൻ ആന്റണി മുനിയറ, മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ വനിതാ സെൽ ഉദ്യോഗസ്ഥ പ്രീത CV തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥലം മാറിപ്പോകുന്ന കട്ടപ്പന DYSP VA നിഷാദ് മോന് വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. തന്റെ അടുക്കൽ പരാതിയുമായി എത്തുന്നവരെ കേൾക്കാനും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലും ഏറെ ശ്രദ്ധിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് DYSP VA നിഷാദ് മോനെന്ന് ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഏറ്റവും ഭംഗിയായി ആരോട് ഇടപെടുമ്പോഴും അവരെ കേൾക്കുവാനും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് തൻ്റെ ഔദ്യോഗിക നിർവഹണം നടത്തുവാനും വളരെ കാര്യപ്രാപ്തിയോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും ലക്ഷ്യബോധത്തോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് നിഷാദ് മോൻ DYSP എന്ന് പലരിൽ നിന്ന് എനിക്ക് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ തീരുമാനിച്ചു, എന്തായാലും അദ്ദേഹം ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്ന സമയത്തെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഒരു ആശംസ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് കടന്നു പോകുന്നത്. കട്ടപ്പനയിൽ നിന്നും പുത്തൻകുരിശിലേക്കാണ് അദ്ദേഹം സ്ഥലം മാറിപ്പോകുന്നത്. പരിപാടിയിൽ വെച്ച മൊമന്റോയും ഉപഹാരവും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് DYSP മറുപടി പ്രസംഗം നടത്തി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്ര മനോഹരമായ ഒരു സ്ഥലവും അതുപോലെ തന്നെ അത്രയും അതിമനോഹരമായ പൊതുജനങ്ങളും ആണ് ഈ പ്രദേശത്തുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. ജോലിക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്ക് സാധിച്ചു. പരമാവധി ആൾക്കാരെ, എൻ്റെ വിശ്വാസം, ഞാൻ ഈ നിമിഷം വരെ യാതൊരു വിവാദങ്ങൾക്കും നൽകാതെ, ഇടം കൊടുക്കാതെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ എൻ്റെ ജോലി ഞാൻ പൂർത്തീകരിച്ചു പടിയിറങ്ങുന്നത്. വളരെ സന്തോഷമുണ്ട്. യൂണിറ്റ് സെക്രട്ടറി സിനോജ് GS, ആൽവിൻ തോമസ്, PJ കുഞ്ഞുമോൻ, MR അയ്യപ്പൻകുട്ടി, PB സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ പദ്ധതി രൂപീകരണ യോഗം നടന്നു. വരുന്ന ഒരു വർഷത്തേക്കുള്ള വികസന നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പിലൂടെ ചർച്ചയായി. പഞ്ചായത്തിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R സിൽവത്തായി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി ലാസ്റ്റോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരാനിടയുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മെയ് മാസം ലാസ്റ്റോടുകൂടി, മെയ് മാസത്തിന്റെ 2ാം തീയതിയോടുകൂടിയായിരിക്കും പുതിയ നിയമസഭ അധികാരത്തിൽ വരുന്നത്. ആ കാലയളവിൽ നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുമെന്ന് ഗവൺമെന്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്ത് DPCക്ക് നൽകണമെന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ ചർച്ചയും നടന്നു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മുരിക്കാശ്ശേരിയിൽ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ നാർക്കോട്ടിക് സെൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് VA സുരേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു.
മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് ഇൻഡോർ കോർട്ടിൽ വെച്ചാണ് വോളിബോൾ മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി വി എ സുരേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഈ വോളിബോൾ യോഗത്തിൽ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനീഷ് കുമാർ എസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന നിർവാഹക സമിതി അംഗം സജുരാജ്, പാവനാത്മ കോളേജ് പ്രിൻസിപ്പൽ സജി കെ ജോസ്, കായിക വിഭാഗം മേധാവി ഡോക്ടർ ജിജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ സബ് ഡിവിഷനുകളിൽ നിന്നായി വിവിധ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് പീരുമേട് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ വെച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മാനങ്ങൾ നൽകും. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ, ഷട്ടിൽ, ബാഡ്മിന്റൺ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു വരുന്നുണ്ട്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം നടന്നു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമർ സിംഗ് നായക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ആർ രാമരാജ് അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമർ സിംഗ് നായക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ കെ മുരുകേശൻ, അധ്യാപകരായ പോൾരാജ്, തങ്കദുരൈ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വലിയ തോവാള ക്രിസ്തുരാജ് ഇംഗ്ലീഷ് മീഡിയം പ്രീ പ്രൈമറി സ്കൂൾ വാർഷികാഘോഷം നടന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഹൈറേഞ്ചിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹ സേവനം നൽകുന്ന വലിയ തോവാള ക്രിസ്തുരാജ് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ 23ാമത് വാർഷികമാണ് നടന്നത്. പരിപാടി പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓരോ സ്കൂളും ഓരോ നാടിന്റെയും വെളിച്ചമാണെന്നുള്ളത് നമുക്കറിയാം. ഓരോ കുഞ്ഞു മനസ്സുകളില് അറിവിന്റെ കിരണങ്ങൾ ഉതിർത്തുകൊണ്ട് അവരെ അറിവിന്റെ ഭാവിയിലേക്ക് നയിക്കുന്ന ഒരിടമാണല്ലോ നമ്മുടെ സ്കൂളുകൾ. എപ്പോഴും വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി ഈ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്താനായിട്ടുള്ള അധ്യാപകരുണ്ടാവുക എന്നത് എപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാഗ്യമാണ്. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കാക്കലിൽ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ നിഖിൽ മാലിയിൽ, KG വിഭാഗം ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നിർമ്മല ജോസ് SH, CRHS ഹെഡ്മിസ്ട്രസ് ആൻസമ്മ, PTA പ്രസിഡന്റ് ഫ്രാൻസിസ് കുട്ടിയാനി, ഷാജി മരുതൂരിൽ, ഷിനി സിബി, ലിറ്റി പ്രിൻസ്, മിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് വൊസാഡ് നൽകിയ വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടൊപ്പം കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ്, ആരോഗ്യ പരിശോധന എന്നിവയും നടന്നു. 35,000 രൂപയോളം മുടക്കിയാണ് സംഘടന സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയറും ടാങ്കും എത്തിച്ചു നൽകിയത്. ഉദ്ഘാടന യോഗത്തിൽ MPTA പ്രസിഡന്റ് സൂസി അധ്യക്ഷയായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ മുരുകേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതായത് നമ്മളെ ഗ്രാമീണ മേഖലകളെ നമുക്ക് എത്രത്തോളം നമുക്ക് സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം സഹായിച്ച് അതിനെ ഒരു ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ഒരു സന്നദ്ധ സംഘടനയാണ്. യോഗത്തിൽ സീനിയർ അധ്യാപിക ഡെയ്സി റാണി, PTA അംഗങ്ങൾ, കോർഡിനേറ്റർ ജോസ്, ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലി മച്ചിപ്പിളാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം വാർഷിക പെരുന്നാൾ നിറവിൽ നിൽക്കുമ്പോൾ അപൂർവമായ മറ്റൊരു സന്ദർഭത്തിനു കൂടി ദേവാലയം സാക്ഷ്യം വഹിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിലുള്ള ഇടുക്കി രൂപതയിലെ ഏക ദേവാലയമാണ് മച്ചിപ്പിളാവിലേത്. ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വർഷം പ്രമാണിച്ച് ലിയോ മാർപ്പാപ്പ ലോകത്തെ എല്ലാ ഫ്രാൻസിസ് അസീസിക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ദേവാലയങ്ങളും ഒരു വർഷ കാലയളവിലേക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചപ്പോൾ അതിലുൾപ്പെടുന്ന ദേവാലയമായി മച്ചിപ്പിളാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയവും മാറി. ദേശീയപാത 85-നോരത്ത് പച്ചപ്പ് തിങ്ങിയ കുന്നിൻ താഴ്വരയിലാണ് മച്ചിപ്പിളാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. രൂപകൽപ്പനയ്ക്കും പ്രകൃതി ഭംഗിക്കുമൊപ്പം പൂക്കളുടെ വർണ്ണശബളിതയാലും പള്ളിയും പരിസര പ്രദേശങ്ങളും മനോഹരമാണ്. ഈ മാസം 6 മുതൽ 8 വരെ ദേവാലയത്തിൽ വാർഷിക പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അപൂർവമായ മറ്റൊരു സന്ദർഭത്തിന് കൂടി ദേവാലയം സാക്ഷ്യം വഹിക്കുകയാണ്.
വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിലുള്ള ഇടുക്കി രൂപതയിലെ ഏക ദേവാലയമാണ് മച്ചിപ്ലാവിലേത്. ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വർഷം പ്രമാണിച്ച് ലിയോ മാർപ്പാപ്പ ലോകത്തെ എല്ലാ ഫ്രാൻസിസ് അസീസിക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ദേവാലയങ്ങളും ഈ വർഷം ജനുവരി 10 മുതൽ അടുത്ത വർഷം ജനുവരി 10 വരെ ഒരു വർഷക്കാലയളവിലേക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ദേവാലയമായി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയവും മാറിയെന്ന് ഇടവക വികാരി ഫാദർ മർക്കോസ് ചിറ്റേമാരിയിൽ പറഞ്ഞു. അത്യപൂർവമായിട്ടുള്ള ഒരു സന്ദർഭം ഈ വർഷം ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അതായത് ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിൻ്റെ 800-ാം വർഷമാണിത്. 800-ാം വർഷം പ്രമാണിച്ച് ലോകത്തിലുള്ള എല്ലാ ഫ്രാൻസിസ് അസീസിക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ദേവാലയങ്ങളും ചാപ്പലുകളും ലിയോ മാർപ്പാപ്പ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെയുള്ള ഒരു വർഷക്കാലമാണ് തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഈ ഒരു വർഷക്കാലയളവിൽ ഈ ദേവാലയത്തിൽ വരികയും മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദേവാലയം ഇതുപോലെ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന ഇടുക്കി രൂപതയിലെ ഏക ദേവാലയമാണ്. ധാരാളം തീർത്ഥാടകർ ഈ ദേവാലയത്തിൽ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിനായിട്ട് വരുന്നുണ്ട്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക്, ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം സ്ഥാപിതമായിട്ട് 62 വർഷക്കാലമാവുകയാണ്. ലിയോ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് വിശ്വാസികളും തീർത്ഥാടകരും വരും ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ദേവാലയവും പരിസര പ്രദേശങ്ങളുമെല്ലാം വർണ്ണശബളിതമായ പുഷ്പങ്ങളാലും ചെടികളാലുമെല്ലാം മനോഹരമാക്കി കഴിഞ്ഞു. അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിനും ശിവരാത്രി മഹോത്സവത്തിനും തുടക്കമായി. വിഗ്രഹ വിളംബര ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി സമാപിച്ചതിന് ശേഷം തൃക്കൊടിയേറ്റും യജ്ഞശാലയിൽ ഭദ്രദീപ പ്രകാശനവും നടന്നു. കഴിഞ്ഞ 19 വർഷമായി ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടന്നുവരുന്ന അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ 20ാമത് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും ശിവരാത്രി മഹോത്സവത്തിനുമാണ് കൊടിയേറിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും കലവറ നിറയ്ക്കൽ ചടങ്ങും നടന്നു. വൈകിട്ട് സുൽത്താൻകട കാണിക്ക മണ്ഡപത്തിൽ നിന്നും പുറപ്പെട്ട വിഗ്രഹ വിളംബര ഘോഷയാത്ര താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അണക്കര ഗുരുദേവ സരസ്വതി ക്ഷേത്രത്തിൽ എത്തി സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ടൗൺ വഴി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് തൃക്കൊടിയേറ്റ് നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലം നാരായണൻ ഭട്ടതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് യജ്ഞശാലയിൽ മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി വിശാഖ് ശിവൻ എന്നിവർ ചേർന്ന് വിഗ്രഹപ്രതിഷ്ഠ നടത്തി. തുടർന്ന് തമിഴ്നാട് മുൻ ഡെപ്യൂട്ടി ഹോർട്ടിക്കൾച്ചറൽ ഓഫീസർ എസ് മഹാലിംഗം ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ആചാര്യവർണ്ണത്തിനു ശേഷം വണ്ടൻമേട് അമ്പാടി ഹെറിറ്റേജ് ഉടമ അഡ്വക്കേറ്റ് സെന്തിൽ കണ്ണൻ ഭാഗവത സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് യജ്ഞാചാര്യൻ ശ്രീലക്ഷ്മിപുരം ബ്രഹ്മശ്രീ വിമൽ വിജയ് ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. ക്ഷേത്രം രക്ഷാധികാരി ശിവരാമൻ ചെട്ടിയാർ, പ്രസിഡന്റ് ഇൻചാർജ് ഷനോജ് തെക്കിനാട്ട്, സെക്രട്ടറി ടി കെ രഘുനാഥപിള്ള, ജനറൽ കൺവീനർ അഭിലാഷ് ജി നായർ, ഖജാൻജി ടി സി മനോജ് തകിടിയേൽ, കോർഡിനേറ്റർ സനിത വിക്രമൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. സപ്താഹയജ്ഞം 13-ാം തീയതി സമാപിക്കും. 15-ാം തീയതി വിവിധ പരിപാടികളുടെ ശിവരാത്രി മഹോത്സവവും നടക്കും. അണക്കര സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ മാർ തോമസ് ലീഹയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. 4 ദിവസങ്ങളായി നടക്കുന്ന സംയുക്ത തിരുനാൾ ഞായറാഴ്ച സമാപിക്കും. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വിശ്വാസ വിളംബര റാലിയും നടന്നു. തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച ഇടവക വികാരി ഫാദർ ജേക്കബ് പിടികയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റിനോടനുബന്ധിച്ച പ്രതീക്ഷാനികേതൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ചെണ്ടമേളവും ഒരുക്കിയിരുന്നു. തുടർന്ന് സെമിത്തേരി സന്ദർശനം, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന എന്നിവ നടന്നു. 4 ദിവസങ്ങളായി നടക്കുന്ന സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ ഞായറാഴ്ച സമാപിക്കും. വികാരി ഫാദർ ജേക്കബ് പീടികയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് കരോട്ട് കിഴക്കേൽ, ഭാരവാഹികളായ സേവ്യർ വിധേയത്തിൽ, സണ്ണി പുതുപ്പറമ്പിൽ, അഗസ്റ്റിൻ കോഴിമലയിൽ, വർഗീസ് പറക്കുളം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്ന റീൽസ് വീഡിയോ ചിത്രീകരണത്തിന് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുക്കുന്ന പ്രധാന കേന്ദ്രമായി കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള ഗ്ലോറിയ ഗ്രീൻസ്. പാർക്കിലെ പ്രശാന്തസുന്ദരമായ അന്തരീക്ഷവും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളുടെ വലിയ ശില്പങ്ങളുമാണ് ഇത്തരക്കാരെ ഇവിടേക്ക് കൂടുതലായി ആകർഷിക്കുന്നത്. കൂടാതെ പാർക്കിലെ വാച്ച് ടവറിൽ കയറി നിന്നാൽ കട്ടപ്പന നഗരത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ച ആസ്വദിക്കാമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. പ്രശാന്തസുന്ദരമായ അന്തരീക്ഷം, 4 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതി മനോഹാരിത നിറഞ്ഞ സ്ഥലങ്ങൾ, പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും വലിയ വലിയ പ്രതിമകൾ, കട്ടപ്പന നഗരത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഭംഗി ആസ്വദിക്കാനായി വാച്ച് ടവർ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഗ്ലോറിയ ഗ്രീൻസിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ച 1 മാസം പിന്നിട്ടതോടെ തന്നെ കട്ടപ്പനക്കാരുടെ ഇഷ്ട കേന്ദ്രമായ ഗ്ലോറിയ ഗ്രീൻസ് സമൂഹ മാധ്യമങ്ങളിലടക്കം തരംഗമായി കഴിഞ്ഞു. ഇതോടെ റീൽസ് ചിത്രീകരണത്തിനും മറ്റുമായി ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണവും കൂടി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഒഴിവു സമയങ്ങൾ ആസ്വദിക്കാൻ ഒരിടം, അതാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആനപ്രേമികളുടെ ഇഷ്ട കഥാപാത്രങ്ങളായ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും വരെ ഇവിടെ ഉണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല. ഗ്ലോറിയ ഗ്രീൻസ്, വാട്ട് എ ഹെവൻ. ഞായറാഴ്ച നിങ്ങളുടെ പിള്ളേരെ കൊണ്ടൊക്കെ കട്ടപ്പനയിൽ വന്നിട്ടുണ്ടെങ്കിൽ സാഗര ജംഗ്ഷനിൽ വരിക. ടൗണിൽ തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. നിങ്ങൾ ആനകളെ ഇഷ്ടപ്പെടുന്നവരാണോ? തൃശ്ശൂർ പൂരം കാണാൻ മുടങ്ങിപ്പോയവരാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അരിക്കൊമ്പനുണ്ട്, ചക്കക്കൊമ്പനുണ്ട്, എല്ലാ കൊമ്പന്മാരും ഇവിടെ ഉണ്ട്. ആനപ്രേമികൾക്കും പറ്റിയ സ്ഥലമാണ്. എല്ലാവർക്കും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഗ്ലോറിയ ഗ്രീൻസ് വന്നിരിക്കുന്നത്. കാരിരുമ്പിന്റെ ശക്തിയും കാട്ടുപോത്തിന്റെ ശൗര്യവുമുള്ള നമ്മൾ മാറ്റുമ്പോൾ ആനപ്പുറത്തിരിക്കുന്നുണ്ടോ. 100 കിലോ ഉണ്ടെങ്കിലും കാരിരുമ്പിന്റെ കരുത്താണ്. സേഫ് ആൻഡ് സെക്യൂർ, ആർക്കും വേണമെങ്കിൽ വരാം. ഗജവീരനോടൊപ്പം ഗ്ലോറിയ ഗ്രീൻസിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് നേരെ നമ്മൾ കാണുന്നതാണ്. അവിടെ നമ്മൾ ഇങ്ങനെ കയറി വന്ന് ഈ ടോപ്പ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഇവിടെ ഏറ്റവും വലിയ വ്യൂ വരുന്നത്. ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണിത്. കാരണം ഇവിടെ നിന്നാൽ നമുക്ക് ഈ കംപ്ലീറ്റ് ഈ പ്രോപ്പർട്ടി മൊത്തം നമുക്ക് കാണാൻ പറ്റും. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നിരവധി പേർ വീഡിയോ ചിത്രീകരണത്തിനായി ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്. ബ്ലോഗർമാരിൽ ചിലർ அவருடைய வீடியோவிலும் க்ளோரியா கிரீன்ஸினை உட்படுத்தி കഴിഞ്ഞു. ஹாய் கேஸ், நான் எங்கே இருக்கேன்னு பார்த்தீங்கன்னா வாழ்க்கையிலே ஃபஸ்ட் டைம் வந்து நான் பார்க் வந்திருக்கேன். சரி, என்ன பார்க்குன்னா க்ளோரியா கிரீன்ஸுங்க. வேறு லெவலாக இருக்க போது எக்ஸ்பீரியன்ஸு. கிளி இருக்குது, மயில் இருக்குது, யானை இருக்குது, ஒட்டகம் இருக்குது, எல்லாமே இருக்குங்க. ஸோ அதை தாண்டி என்ன இருக்குன்னு கேட்டிங்கன்னா என்ட்ரி வருமா அந்த பூவெல்லாம் இருந்துச்சு. அந்த பூ இருந்துச்சு. அடுத்து அப்படியே வந்து ஒரு ஜூக்கில் ஏறின மாதிரி இருந்துச்சு. அட் த சேம் டைம் என்னென்னா வேறு லெவலாக இருக்குங்க. யாருக்கு நான் உட்காந்துருக்கேன் உங்களுக்கு தெரியும். உங்களை வண்டியை பார்த்துங்க எப்படி வீடியோ எடுத்துட்டேன், ஃபோட்டோ எடுத்துட்டேன். வந்து ரொம்ப நாள் ஆச்சு. என்ன தெரியுமா நம்ம மனசு சொல்லுது, இனியாச்சும் உட்காந்து பாட்டு கேள்றா அப்படின்னு சொல்லுது. இப்போ இந்த பார்க்கோட ഏറ്റവും மேலே பகுதியில் இருக்கு. நடந்தேன் கொஞ்ச நாள், ஒரு 1.5 மணி நேரம் நடந்தேன். இப்போ കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് ദെൻ പീസ്. ജന്മദിന ആഘോഷങ്ങൾക്കും സേവ് ദ ഡേറ്റ് ആൽബം ചിത്രീകരണങ്ങൾക്കുമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പാർക്കിന്റെ പ്രവർത്തന സമയം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950.
ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 254. വിൽപ്പനയ്ക്ക് വന്നത് 65,412. വിൽപ്പന നടന്നത് 65,412. കൂടിയ വില 3,129. ശരാശരി വില 2,528. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 695 രൂപ. ഏലം കൂടിയ വില 2,480. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പു 875. കൊക്കോ 90. റബ്ബർ 170. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,355 രൂപ. വെള്ളി 285. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ റെയിൽപാതയ്ക്ക് പുതുജീവനാകുന്നത് എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെ ഇടുക്കിയിൽ ആദ്യമായി ട്രെയിനിന്റെ ചൂളംവിളി ഉയരുമെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ജനവഞ്ചന യാത്ര എന്ന പേരാണ് ചേരുകയെന്ന് ഡീൻ കുര്യാക്കോസ് MP. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടെ കർഷകരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും ദുരിതത്തിലാഴ്ത്തുകയാണ് LDF സർക്കാർ ചെയ്തത്. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്നത് ഇടുക്കിയിലെ LDF നേതാക്കളുടെ വ്യാമോഹം മാത്രമാണെന്നും ഡീൻ കുര്യാക്കോസ്. ജോസ് കെ മാണിയുടെ ക്ഷണം തമാശയായി കണ്ടാൽ മതിയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്. കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ തറവാട് PJ ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തേക്കാൾ കൂടുതൽ നേട്ടം ജോസഫ് വിഭാഗമുണ്ടാക്കി. 10 സീറ്റുകൾ കേരള കോൺഗ്രസിനുണ്ട്. അതിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അബു ജോൺ ജോസഫ്. BJPയിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം MLA S രാജേന്ദ്രനും CPI നേതാവുമായ GN ഗുരുനാഥനും BJPയിൽ ചേരുന്ന മറ്റു പ്രവർത്തകർക്കും ഞായറാഴ്ച മൂന്നാറിൽ BJP സ്വീകരണമൊരുക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. S രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിൽ CPMന് യാതൊരുവിധ ആശങ്കകളുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.